Hello, good afternoon. Hello, Good afternoon, Miss. good afternoon. അപ്പൊ നമ്മള് ബാങ്കുകളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാലേ. നിങ്ങൾ എങ്ങനെയാ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലാസ് എടുത്തതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ചായിരുന്നോ? എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബാങ്കുകളെ കുറിച്ച്, അതിന്റെ ദേശ സർക്കാരും ആസ്ഥാനങ്ങള്, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അതിനോടൊപ്പം തന്നെ വരാവുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയും വെച്ചിട്ടാണ് അല്ലെ, ആ മോഡൽ അനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മള് അത് പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇതേമാതിരി തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അതില് നിർവചനത്തോട് കൂടിയിട്ടാണ് ശരിക്കും ബാങ്കിങ്ങിലേക്ക് നമ്മൾ കിടക്കാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് എടുക്കുന്നതുകൊണ്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് ചിലപ്പോ വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. ഇൻ കേസ് പഴയ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോ എപ്പോഴും പറയുന്നതാണ് ടെക്സ്റ്റ് ഫോളോ ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എപ്പോഴും റെഫർ ചെയ്ത് പോകണം. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ്ങില് അത് ആരാണ്, അതിന്റെ ഇതുകളല്ലേ, ചെറിയ ചെറിയ പുസ്തകങ്ങള്, കൃതികളൊക്കെ രചിച്ചത് ആരാണ്, കുറെ പേരുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേമാതിരി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, പക്ഷെ അത് കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് റിമെമ്പർ, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അതിലെന്താണ് ഫസ്റ്റ്, നമ്മുടെ എക്കണോമിക്സിന്റെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്. ചിലപ്പോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസിൽ ഇങ്ങനെ ഇത് ആരാണ് നിർവഹിച്ചതെന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിലേക്ക് ഇപ്പോ വരികയാണെങ്കിൽ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിലെന്താണ് എക്കണോമിക്സിന്റെ പിതാവ് സ്മിത്ത് ആണ്. അതിൽ അപ്പോ ആഡം സ്മിത്തിന്റെ കൃതി ഏതെന്ന് പറയുന്നുണ്ട്. ആഡം സ്മിത്തിന്റെ കൃതി വെൽത്ത് ഓഫ് നേഷൻ ആണ്. അത് നമ്മൾ പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങളാണ്, അതായത് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതും കൂടി നോക്കി വെക്കണം ബാങ്കിങ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് വിട്ടുകളഞ്ഞാലും അതെടുത്തത്. അപ്പൊ അതിലെ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പറഞ്ഞു, അദ്ദേഹമാണ് പിതാവ് എന്ന് പറഞ്ഞു. ഒപ്പം വെൽത്ത് ഓഫ് നേഷൻ അല്ലെ, അതാണ് അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം വേറൊരു കാര്യം കൂടി, അതായത് സാമ്പത്തിക കാര്യങ്ങളില് ഗവൺമെന്റ്, നമ്മുടെ എന്താ പറയുക, മറ്റു മനുഷ്യരുടെ കയ്യിൽ ഒരുപാട് സാമ്പത്തികം വന്നു ചേർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ഏതെങ്കിലും ഇതുകളിലേക്ക് അമിതമായിട്ട് സമ്പത്ത് വരുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് ഏർപ്പെടരുത് എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് അദ്ദേഹം എന്താ പറയണ, ലേസ് ഓഫ് ഫെയർ എന്നുള്ള ഒരു ഇതിന്റെ കൂടി ആ ഒരു ആശയം മുന്നോട്ട് വെച്ച ഒരു വ്യക്തി കൂടിയാണ്. ലേസ് ഓഫ് ഫെയറിന്റെ ആ ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഏതെന്ന് ചോദിച്ചാലും ആഡം സ്മിത്തിന്റെ ആ ഒരു ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്റെ കയ്യിലുള്ള ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലേക്കും ഗവൺമെന്റ് ഇടപെടരുത് എന്നുള്ള ഒരു ആശയമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആഡം സ്മിത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അദ്ദേഹമാണ് എക്കണോമിക്സിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് നേഷൻ ആണ്. ഒപ്പം ലേസ് ഓഫ് ഫെയർ എന്ന ആ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും ആഡം സ്മിത്ത് ആണ്. നെക്സ്റ്റ് വേറൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ്, മനുഷ്യക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സമ്പദ് വ്യവസ്ഥ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഏതാണെന്നറിയാം? മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വെൽഫെയർ എന്നുള്ള ആ ഒരു തീം എന്താ പറയുക കൊണ്ട് എക്കണോമിക്സിലേക്ക് വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മുൻതൂക്കത്തോട് കൂടിയിട്ടുള്ള നിർവചനം കൊണ്ടുവന്നേക്കുന്ന വ്യക്തിയുടെ പേരാണ് എന്ത്? ആൽഫ്രഡ്. പറഞ്ഞോളൂ. മാർഷലാണോ? അതെ, ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹം എന്താണ്, മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമ്പത്ത് എന്നുള്ള ആശയം. ഇങ്ങനെ 2-3 ആശയങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് ആരുടെ ആശയമായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കുറെ പേരുകൾ അറിയാം, പക്ഷെ ഇത് ആരാന്നുള്ള ഒരു പെട്ടെന്ന് നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉള്ള രീതിയിലേക്ക് ആക്കി പറഞ്ഞത്. അതായത് സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള എന്നതാണ് എന്നുള്ള ആശയത്തോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്പെസിഫിക് നോളജ് പറഞ്ഞ വ്യക്തിയാണ് എന്ത്? ആൽഫ്രഡ് മാർഷൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എക്കണോമിക്സിന്റെ പിതാവ്, അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എന്ത്? വെൽഫെയർ ഓഫ് നേഷന്റെ രചയിതാവാന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ലേസ് ഓഫ് ഫെയറിന്റെയും ആ ഒരു ആശയത്തിന്റെയും ഉപജ്ഞാതാവാന്ന് പറഞ്ഞു. ഇനി ക്ഷേമ നിർവചനം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് മാർഷലാണ്. വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ലേണൽ റോബിൻസ്. അദ്ദേഹം പറയുന്നത് എന്താണ്?
ഈ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്കേഴ്സിറ്റി, അതായത് ദൗർലഭ്യമുള്ള ഒരു സംഭവമാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ദൗർലഭ്യം. നമുക്കറിയാലേ, ഏറ്റവും മൂല്യമുള്ള ഒരു സംഭവമാണ് എന്താ? സമ്പത്ത്. അത് വളരെ ദൗർലഭ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നല്ല മൂല്യത്തോടു കൂടിയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ സ്കേഴ്സിറ്റി എന്നുള്ള എന്തെങ്കിലും അറിയാതെ സംസാരിച്ചായിരിക്കും അല്ലെ. ലേണൽ റോബിൻസ് ആണ് എന്ത്? സ്കേഴ്സിറ്റിയുടെ നിർവചനം കൊണ്ടുവന്ന ആ ശാസ്ത്രജ്ഞൻ ആരാണ്? ലേണൽ റോബിൻസ്. അദ്ദേഹം എന്താ പറയുന്നത്? ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുടെ ദൗർലഭ്യം, അതാണ് ആ വിഭവ ദൗർലഭ്യമാണ് അദ്ദേഹം എക്കണോമിക്സിലെ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത്. അത് ദൗർലഭ്യമാണ്, അതുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്ത് തന്നെ വിനിയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. സമ്പത്ത് എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ളതാണ്, അത് പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് സ്കേഴ്സിറ്റി എന്നുള്ള ആ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന പറ്റാതാവാറാന്ന് ചോദിച്ചാൽ ലേണൽ റോബിൻസ്. ഓക്കെ, അത് തന്നെ വീണ്ടും എന്താ പറയുന്നത്? ഇനി നമുക്ക് പറയാം, അതായത് വളർച്ചാശാസ്ത്രം. വേറൊരു വ്യക്തിയുടെ കാര്യം പറയുന്നത് വളർച്ചാശാസ്ത്രം അത് ശരിയായ ആസൂത്രണത്തിലൂടെ ഉപയോഗിക്കണമെന്ന് നിർവചനം കൊണ്ടത്. നമ്മൾ നേരത്തെ കണ്ടത് സ്കേഴ്സിറ്റി, അത് പണം ദൗർലഭ്യമാണ്, മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്ന പണം എന്ന് പറയുന്നത് അത് മിച്ചം കൊണ്ട് വേണമെങ്കിലും സേവനം ചെയ്യും, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും വേറൊരു ശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ അതൊരു വളർച്ച, ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡെവലപ്ഡ് കൺട്രിയാണ്, നോൺ ഡെവലപ്ഡ് കൺട്രി എന്നൊക്കെ അറിയുന്നത് എങ്ങനെയാ? അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ വളർച്ചാശാസ്ത്രം അതുമായി ബന്ധപ്പെട്ട ആശയം കൊണ്ടുവന്ന ആ വ്യക്തിയുടെ പേരാണ് പോളെ സാമുവൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? വളർച്ചയുമായി ബന്ധപ്പെട്ട എക്കണോമിക്കിന്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട ആശയമാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് പോളെ സാമുവൽ. ഓക്കെ, ഒരു 3-4-5 പേഴ്സണെ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ അറിയാവുന്ന 2-3 പേരുടെ പേര് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടി അല്ലെ. ഇതെല്ലാം നിങ്ങൾ കേട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് വെൽഫെയർ ഓഫ് നേഷൻ. അദ്ദേഹമാണ് എക്കണോമിക്സിന്റെ പിതാവ്. അദ്ദേഹം എന്താണ് സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ അമിതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് സമ്പത്തൊക്കെ വന്നാൽ തന്നെ അത് കൂടുതൽ കാര്യങ്ങളിൽ അതിലേക്ക് കൂടുതൽ ഗവൺമെന്റ് ഇൻവോൾവഡ് ആവരുത് എന്നുള്ള ഒരു ആശയം, അതായത് ലേസ് ഓഫ് ഫെയർ എന്ന ആശയം കൂടി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? ആഡം സ്മിത്ത്. ആൽഫ്രഡ് മാർഷൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ മലയാളത്തിൽ തന്നെ ആശയം. ഓക്കെ, മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി സമ്പത്ത്. ഓക്കെയാണ്. നെക്സ്റ്റ് ലേണൽ റോബിൻസ് എന്താണ് ഉദ്ദേശിച്ചത്? അതെ, സമ്പത്ത് എന്ന് പറയുന്ന ഒരു ദുർലഭമായ ഒരു സംഭവം തന്നെയാണ്, അത് നന്നായി തന്നെ വിനിയോഗിക്കണം. അപ്പൊ സ്കേഴ്സിറ്റി എന്ന ആശയമാണ് ലേണൽ റോബിൻസ് കൊണ്ടുവന്നത്. വളർച്ചാശാസ്ത്രം അത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? സാമുവൽ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെ? ഒരു ചെറിയൊരു മാറ്റർ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താ പണവുമായി ബന്ധപ്പെട്ട ഒരു നിർവചനം നമുക്ക് എപ്പോഴും അറിയാം. പണം എന്താണോ അതാണ് അല്ലെ. ആ ഒരു നിർവചനം കൊണ്ടുവന്നത് ആരാണ്? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ആ ഒരു നിർവചനം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, യെസ്, വാക്കർ. അത് നമ്മൾ എപ്പോഴും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഈ ആശയം കൊണ്ടുവന്ന വ്യക്തി വാക്കർ. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ ഓർത്ത് വെക്കുക, ഈ ആശയങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതില് നമ്മളുടെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 5-6 പേരുകൾ നിങ്ങൾ ഓർത്തു ഇപ്പൊ പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ആ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അതില് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പണം എന്ന് പറയുന്നത് ഒരു മൂല്യമുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് പണം മൂല്യമുള്ളത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് അതിന് മൂല്യം പ്രദാനം ചെയ്തുകൊണ്ട് അല്ലെ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിനുള്ള ആ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ പണത്തിന് വിനിമയ മൂല്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ആ പണത്തിന്റെ മൂല്യം ഉള്ളത് കൊണ്ട് അത് നമുക്ക് എപ്പോഴും കൈമാറ്റം ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കൈമാറ്റം ചെയ്യാനായിട്ട് ഏറ്റവും ഉപയോഗപ്രദമായ വസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ പണത്തിന്റെ പ്രാധാന്യത്തിന് പറയുന്ന വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ലിക്വിഡിറ്റി ഉള്ള വസ്തു. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ആസ്തി ഏതാന്ന് ചോദിച്ചത് നമുക്ക് എന്താ പറയണ, ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ വാഹനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ആസ്തി ഏതാന്ന് ചോദിച്ചാല് അതിന്റെ ആൻസർ പണമാണ്. ഓക്കെ,
നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ആസ്തി. ലിക്വിഡിറ്റി എന്നുള്ളത് എന്താണെന്ന് മീൻ ചെയ്ത് മനസ്സിലായോ? അതായത് നമുക്ക് പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റും. മറ്റു വസ്തുക്കൾ ഇപ്പൊ നമുക്ക് ഒരു സാധനം മേടിക്കുന്നെങ്കിൽ ഏറ്റവും നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ ഏറ്റവും എളുപ്പം പറ്റുന്ന സംഭവം എന്താണ്? പണമാണ്. ആ പണത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. കാരണം പണത്തിന് മൂല്യം നൽകാനായിട്ട് RBI ഗവൺമെന്റ് അതിന്റെ പ്രധാനപ്പെട്ട സൈനോട് കൂടിയിട്ട് തന്നെയാണ് ഇറക്കുന്നത്. അപ്പൊ അത് ഈ എന്താ പറയുന്ന ഓരോ രാജ്യങ്ങളിലും കറൻസി എന്ന് പറയുന്നത് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ഒരു വസ്തു തന്നെയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോ മനസ്സിലാക്കി വെക്കുക, ലിക്വിഡിറ്റി ഉള്ള ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ഒരു ആസ്തി എന്ന് പറയുന്നത് പണമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഇതേമാതിരി തന്നെ വേറൊരു ഫീച്ചേഴ്സും കൂടി പറയുന്നുണ്ട്. അതായത് ഇതിനെ ലീഗൽ ടെൻഡർ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻസിനും കറൻസിക്കും അതിന്റെ ഒപ്പോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കൈമാറ്റം ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊരു നിയമപരമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് അതിന് പറയുന്ന വേറൊരു പേരാണ് ലീഗൽ ടെൻഡർ. ഇൻ കേസ് ബാങ്ക് ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഇതൊന്നും നോട്ട് ലീഗൽ ടെൻഡർ ആണ്. ഇപ്പൊ ഓപ്ഷൻസിൽ വരെയാണ് ലീഗൽ ടെൻഡർ ആയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കറൻസി. ഒപ്പം തന്നെ കോയിനുകളും നമ്മുടെ RBI പുറത്തിറക്കുന്ന കോയിനുകളും കറൻസിയാണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത്. അതേപോലെ തന്നെ ലീഗൽ ടെൻഡർ ആയിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് മൂല്യമുള്ള കാര്യം എന്ന് പറയുന്നത്. അതേസമയം ബാങ്ക് ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഇതൊന്നും എന്താണ്? ലീഗൽ ടെൻഡർ അല്ല, അത് നോട്ട് ലീഗൽ ടെൻഡർ ആണ്. നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എല്ലായിടത്തും നമുക്ക് അത് ഒരുപോലെ തന്നെ യൂസബിൾ ആകില്ല, അല്ലെ? നമുക്ക് ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യാനും മൂല്യമുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ശരിക്കും കറൻസിയാണ്. ഒപ്പം കൊയിനും അതിന് RBI പുറത്തിറക്കുന്ന കൊയിനുകളും ഒപ്പം തന്നെ കറൻസിയുമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് വീണ്ടും എന്താ പറയുക നമ്മുടെ ബാങ്കിന്റെ പോർഷനിലേക്ക് പോകാം, അല്ലെ? അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോകുന്നുണ്ട്. ഇത് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഇതില് പറയുന്ന ഒരു പേരാണ് പ്ലാസ്റ്റിക് മണി. എന്താണ് പ്ലാസ്റ്റിക് മണി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോഴത്തെ കാലത്ത്. വെജിറ്റബിൾ ആയിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് നമ്മൾ ATM കാർഡ് ഉപയോഗിക്കും, അല്ലെ? അതിന് ആ ഡെബിറ്റ് കാർഡിനൊക്കെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലിക്വിഡിറ്റി ഉള്ള സാധനത്തിനെ കുറിച്ച് പറഞ്ഞു, അതായത് പണമാണെന്നുള്ള കാര്യം പഠിച്ചു. ഒപ്പം തന്നെ എന്താണ് പ്ലാസ്റ്റിക് മണി എന്ന് വെച്ചാല് ഡിജിറ്റലൈസേഷൻ നടന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാവരുടെയും കയ്യില് പൈസയൊന്നും ഇല്ലാതെ നമുക്ക് പണം എന്ന് പറയുന്ന സംഭവം ഇതൊക്കെയാണെന്നെങ്കിൽ പഠിച്ചെങ്കിലും ഇപ്പൊ പ്ലാസ്റ്റിക് മണിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ മൂല്യത്തോടു കൂടി ഉപയോഗിക്കുന്ന സാധനം പണത്തിന്റെ ട്രാൻസാക്ഷൻ തന്നെയാണ്. പക്ഷെ അത് എന്താണ് ഇപ്പൊ പോളിസി പ്ലാസ്റ്റിക് മണി ആയിട്ടുള്ള രീതിയിലാണ് അത് പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ATM കാർഡ്, അല്ലെ? ATM ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ നമ്മളാണ് ഡെബിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യുന്നത്. തന്നെ ക്രെഡിറ്റ് കാർഡ് ചില ഇതുകളിലെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ഇത്രയും അല്ലെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പ്ലാസ്റ്റിക് മണിയുടെ പേരില് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റലൈസേഷൻ ആയ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഞാൻ വീണ്ടും നമ്മള് ബാങ്കിന്റെ സാധാരണ രീതിയിലുള്ള പഠനത്തിലേക്ക് കിടക്കുകയാണ്. സാധാരണയായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മയിൽ പുതുക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും നമുക്ക് എന്താ നമ്മുടെ ബാങ്കിന്റെ വീണ്ടും അതിന്റെ പോർഷനിലേക്ക് തന്നെ വരാം. എന്താണ് ആദ്യമായിട്ട് തുടങ്ങിയ ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പറഞ്ഞോളൂ. ആദ്യത്തെ ബാങ്ക് ഓറിയന്റൽ ബാങ്ക് ആണോ? ഓറിയന്റൽ ബാങ്ക് അല്ല, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്. 1780 ആധുനിക രീതിയിലുള്ള ബാങ്ക് തുടങ്ങിയത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അത് എന്താണ് പറയുന്നത്? അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്ത്യയിലാണ് തുടങ്ങിയെങ്കിലും അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം അവർ തന്നെയായിരിക്കും, അല്ലെ? ബ്രിട്ടീഷുകാരുടെ ഭരണമായതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് തുടങ്ങിയത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ദെൻ ഇന്ത്യക്കാർ മാനേജ്മെന്റ് ചെയ്ത്, അതായത് ഇന്ത്യയിലെ ഭരണ ആൾക്കാരൊക്കെ അതിന്റെ മേലോട്ടൊക്കെ വഹിച്ചുകൊണ്ടുള്ള ഒരു ബാങ്ക്, അത് ആണ് എന്താ ആദ്യത്തെ കമേഴ്സ്യൽ ബാങ്ക്. നിങ്ങൾ ഒന്നുകൂടി നോട്ട് ചെയ്ത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ഇങ്ങനെ എഴുതിക്കോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770.
ഞാൻ ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ഔത്ത് കൊമേഴ്സ്യൽ ബാങ്ക്. അത് 1881 1881. പിന്നെ നമ്മൾ വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ മൂലധനം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആദ്യ ബാങ്ക് എന്നാണ് നമ്മുടെ ആദ്യത്തെ ബാങ്കായിട്ട് നമ്മളെപ്പോഴും പഠിച്ചു പോകുന്നത്. ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. അത് ഇന്ത്യക്കാരുടെ മൂലധനം കൊണ്ട് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തതാണ്. അത് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. എന്താ പറയാ, ഇയറും ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 1770. നെക്സ്റ്റ് 10 വർഷങ്ങൾക്ക് ശേഷം 1881 എന്താ ഇന്ത്യക്കാരൻ മാനേജ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യ ബാങ്ക് ഔത്ത് കമേഴ്സ്യൽ ബാങ്ക്. ഇന്ത്യക്കാരുടെ മൂലധനം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആദ്യ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിങ്ങൾ ബാങ്കുകളുടെ പേരുകളൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്ത് വെച്ചാൽ മതി. ഇതൊന്നും ചിലപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻസിലും അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇപ്പൊ പുതിയ രീതി ആയതുകൊണ്ട് ഇതൊന്നും പഴയ കാലഘട്ടത്തിൽ എപ്പോഴും ചോദിച്ചു പോയ കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ എന്താണ്? ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ്. നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? നിലവിൽ പഞ്ചാബ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാല് ന്യൂഡൽഹിയാണ്. അപ്പോ നമ്മള് ആദ്യത്തെ ഇന്ത്യൻ ബാങ്കിന്റെ കാര്യമാണ് പഠിച്ചത്. ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ പറഞ്ഞു. തന്നെ എന്താണ് നെക്സ്റ്റ്? ഔത്ത് കമേഴ്സ്യൽ ബാങ്ക്. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അത് സ്ഥാപിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അതിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാല് ന്യൂഡൽഹിയാണ്. ഇനി RDGSന്റെ പൂർണ്ണരൂപം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. RDGSന്റെ പൂർണ്ണരൂപം അതിങ്ങനെ ഇടയ്ക്ക് കയറിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RDGSന്റെ പൂർണ്ണരൂപം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ ബാങ്ക് എന്നുള്ള ആ ഒരു പേര് മാറി യൂണിവേഴ്സൽ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ICICI ആണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള രീതിയിലുള്ള ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ NEFTയുടെ നെഫ്റ്റ്, അതായത് NEFTയുടെ ഫുൾ ഫോം ആണ്, ഷോർട്ട് ഫോം ആണ് നെഫ്റ്റ്. NEFTയുടെ പൂർണ്ണരൂപം നാഷണൽ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസ്ഫർ, ATM, അങ്ങനെ കുറെ കുറെ ഇതുകൾ വരുമ്പോൾ അതിന്റെ ഫുൾ ഫോമുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. NEFTയുടെ നെഫ്റ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് നാഷണൽ ഇലക്ട്രോണിക്സ് ഫണ്ട്സ് ട്രാൻസ്ഫർ. ഓക്കെ. ശരിയായ ബാങ്കിങ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവത്കരിച്ച ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഇത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ശരിയായ ബാങ്കിങ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. നമുക്കറിയാം എല്ലാ നമ്മുടെ സ്റ്റേറ്റുകളും അത്രയും നല്ല വികസിത സ്റ്റേറ്റുകളല്ല എങ്കിൽ ചില ടൈമുകളിലൊന്നും അവർക്ക് ബാങ്ക് ഇടപാടുകളൊന്നും നടത്താൻ പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങള് ആ ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ച ആ ഒരു ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. അവിടെ അത് പെർമനന്റ് ആയിരിക്കില്ല, പേയ്മെന്റ് ബാങ്കുകൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പാക്കിയ വർഷം അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പറഞ്ഞു നോക്കൂ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് രൂപം കൊണ്ടത് 1949. പൊതുമേഖലാ ബാങ്കുകളുടെ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പൊതുമേഖലാ ബാങ്കുകളുടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ബാങ്ക് ICICI എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി പൊതുമേഖലാ ബാങ്കുകളുടെ നമ്മുടെ പൊതുമേഖലയായിട്ടുള്ള ബാങ്കുകളുടെ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ആണ് അതിന്റെ ചെയർമാൻമാരെ. പൊതുമേഖലാ ബാങ്കിന്റെ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോ, അവരാണ് ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്? ചെറുകിട വായ്പയുടെ നിയന്ത്രകൻ, ചെറുകിട വായ്പയുടെ നബാർഡ് അല്ലെ? അതല്ലേ പറഞ്ഞത്? നബാർഡ്. ഇത് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്.
നമ്മള് കുറെ എന്താ പറയുക RBIയുടെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇതാണ് എന്ത് ചെറുകിട വായ്പയുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നമ്പർ. ഇനി കോർ ബാങ്കിങ്, കോർ എന്നതിന്റെ പൂർണ്ണ രൂപം. കോർ ബാങ്ക് ഇത് ഇപ്പൊ ഉള്ള ഒരു ഇതാണ്. കുറെ ഷോർട്ട് ഫോമുകളൊക്കെ തന്നിട്ട് അതിന്റെ പൂർണ്ണ രൂപം എന്താന്നൊക്കെ ചോദിക്കും, ഇയേഴ്സ് തന്നിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇടയ്ക്ക് കയറി ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. കോർ ബാങ്കിങ്ങിലെ കോർ എന്നതിന്റെ പൂർണ്ണ രൂപം സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. ഓക്കെ, കോർ എന്നതിന്റെ പൂർണ്ണ രൂപം, കോർ ബാങ്കിങ്ങിലെ കോർ എന്നതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. ഇനി തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനം. ഗ്ലോബലി ഉള്ള കാര്യമാണ്. എന്താണ് തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനം? പറയാൻ വരുന്നുണ്ട്. യെസ്, എന്താണ്? നോടേം എല്ലാവരും കേട്ടോട്ടെ. കറക്റ്റാണ്, പറഞ്ഞോളൂ. ലോകബാങ്ക്. ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. അതുതന്നെയാണ് തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുവാനായി സ്ഥാപിച്ച ബാങ്കുകളേവ? അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളെ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ച ബാങ്കുകൾ. പ്രാദേശികമായിട്ട് വരുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ. ആ ഒരു പദം അങ്ങോട്ട് പെട്ടെന്ന് ഓർത്താൽ മതി. റീജിയണൽ റൂറൽ ബാങ്കുകൾ. ഇപ്പൊ ഇതില് നമ്മളിങ്ങനെ കുറെ ബാങ്ക് കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അതിന് രൂപയോ കൊടുത്തിട്ടുള്ള ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജിയണൽ, ആ പദത്തിനെ ഓർത്താൽ മതി. റീജിയണൽ റൂറൽ ബാങ്കുകൾ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. നിങ്ങൾ കുറെ പദ്ധതികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കുറെ പദ്ധതികളാവുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല അല്ലെ, ഒന്നിച്ച് പഠിക്കും. ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ആ ഒരു പദ്ധതി ഓർത്ത് വെച്ചു നോക്കി. അത് ഏത് പദ്ധതിയാണെന്ന് ഓർത്ത് വെക്കാമോ? ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജൻധൻ യോജന. ജൻധൻ യോജന. ജൻധൻ യോജന എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഓർത്താൽ മതി. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ജൻധൻ യോജന. ജൻധൻ യോജന. പിന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ നമുക്കറിയാം, ഓരോരോ ഉച്ചകോടികളുണ്ട് അല്ലെ, ബ്രിക്സ് ഉച്ചകോടി. അങ്ങനെ കുറച്ച് കൺട്രീസ് ആയിരിക്കും അതിൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ളത്. ബ്രിക്സ് ഉച്ചകോടിയുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇപ്പൊ നമുക്കറിയാം അതിൽ അംഗത്വമുള്ള ചില ബാങ്കുകൾക്ക് അവിടെ നിന്ന് കുറെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളൊക്കെ കിട്ടും അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ലോണാണെങ്കിലും എന്താണെങ്കിലും കിട്ടും. അപ്പൊ ഈ എന്താണ് ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്ന് പുനരധിവസിക്കപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ശ്രീലങ്ക, മ്യാൻമാർ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് മനുഷ്യക്കടത്തും അതും ഇതൊക്കെ നടന്ന ഒരു പ്ലേസുകളാണ് അല്ലെ. ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്ന് പുനരധിവസിക്കപ്പെട്ടവരെ സഹായിക്കാനായി 1969 ഭാരത സർക്കാർ രൂപം കൊടുത്ത ബാങ്ക്. അത് ആ പേരുകൾ ഓർത്ത് വെക്കുക. ശ്രീലങ്ക, മ്യാൻമാർ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്താണ് രൂപം കൊടുത്ത ബാങ്കാണ് റെപ്കോ ബാങ്ക്. റെപ്കോ ബാങ്ക്. കുറെ ബാങ്കുകളുടെ പേര് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഈ റെപ്കോ ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്താണ്, അതൊക്കെ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അത് ആ ഒരു ഗ്രാമങ്ങളിൽ അവിടേക്ക് പണിയാത്, അല്ലെങ്കിൽ അത് എന്താ പറയണേ ഈ നമ്മുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ അതുമായി ബന്ധം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്ക്. അപ്പൊ നിങ്ങൾ ആ ഒരു പദവും ഇതും കൂടി കൂട്ടി യോജിപ്പിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മെമ്മറിയിൽ ക്യാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് ശ്രീലങ്കയും മ്യാൻമാറും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് 1969 ഭാരത സർക്കാർ രൂപം കൊടുത്ത ബാങ്കാണ് റെപ്കോ ബാങ്ക്. ഓക്കെ, ഏത് ബാങ്കിനെ കുറിച്ച് നമുക്ക് അറിയില്ല, കുറെ ബാങ്കുകൾ ഉണ്ട്. അപ്പൊ കുറച്ച് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വരും. then എന്താ പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം ഫ്രാങ്ക്ഫർട്ട് ആണ്.
ഫ്രാങ്ക്ഫർട്ട് ആണ്. ലോകബാങ്കിൽ നിന്നും ലോൺ എടുത്ത ആദ്യ രാജ്യം ഏത്? നമുക്കറിയാം വേൾഡ് ബാങ്കിനെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഗ്ലോബലി ആയതുകൊണ്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന് എന്താണ് ആദ്യമായിട്ട് കടമെടുത്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ, SBIയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. അരുന്ധതി ഭട്ടാചാര്യ. നമ്മള് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച് പഠിച്ചു. എന്താ പഠിച്ചത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച്? അങ്ങനെ മെമ്മറിയിലുണ്ടോ നോക്കാം. രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ. ഓക്കെ. ഇനി അതിന്റെ ആസ്ഥാനം പറയുന്നുണ്ട് ഷാങ്ഹായ് ആണ്. അതിന്റെ ആസ്ഥാനം ഷാങ്ഹായ്. ഒരുപാട് ആസ്ഥാനങ്ങളുണ്ട്. ഇതിന്റെ ആസ്ഥാനം ഏതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ബ്രിക്സ് ബാങ്കുകൾ, അതായത് കൂട്ടായ്മകള് കൂട്ടിച്ചേർന്ന ഒരു ബാങ്കാണ് ഇത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ആസ്ഥാനമാണ് ഷാങ്ഹായ്. ഒരു ഹായ് ഒക്കെ കൊടുത്തുകൊണ്ട് ബ്രിക്സിന്റെ ഇതിൽ പോണതെന്ന് ആലോചിച്ചാൽ മതി. ചോടിയിലൊക്കെ പങ്കെടുക്കാൻ പോണ എന്താണ് ഷാങ്ഹായ്. ഇനി ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന പ്രമാണ വാക്യവുമായി ബന്ധപ്പെട്ട സംഘടന. ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി, ലോകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന പ്രമാണ വാക്യവുമായി ബന്ധപ്പെട്ട സംഘടന. അതൊരു സംഘടനയാണെങ്കിൽ കൂടിയും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ആലോചിക്കണം അത് ബാങ്കുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഏതായിരിക്കും? ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന പ്രമാണവുമായി ബന്ധപ്പെട്ട സംഘടന ലോകബാങ്ക്. അത് ലോകബാങ്കിന്റെയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന പ്രമാണമാണ് എന്ന ഒരു ഐഡിയ ആണ് അതിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് ലോകബാങ്കിന്റേത്. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് പൂനെയാണ്. പൂനെയിലാണ് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുടെ സംസ്ഥാനം. ഗ്രാമീണ മേഖലയാണെങ്കിലും നഗരമേഖലയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. അവിടെ തന്നെയാണ് ബാങ്ക്. ആലോചിച്ച് വെച്ചാൽ മതി. അവിടെ തന്നെയാണ് എന്ത് ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനവുമാണ് ഇത് ഉത്തർപ്രദേശ്. UP ഏറ്റവും കൂടുതൽ. അപ്പൊ അതനുസരിച്ച് തന്നെ ബാങ്കുകളുടെ എണ്ണവും അവിടെ കൂടുതലാണെന്ന് ഓർത്ത് വെച്ചേക്കാം. 2012 ഏപ്രിൽ മുതൽ ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ്? ഇതൊക്കെ പുതിയൊരു കാര്യമൊക്കെ അന്ന് ചെറുത്, അതായത് ഒരുപാട് ഇതല്ല. 2012 മുതലാണ്. എന്താണ് ഏപ്രിൽ മുതൽ ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ്? 3 മാസമാണ്. ചെക്കിന്റെ കാലാവധി പറഞ്ഞേക്കുന്നത്. അതായത് 3 മാസം വരെ ചെക്ക് വാല്യൂ ചെയ്യാം. അതിനുശേഷമാണെങ്കിൽ ചെക്കിന് വാലിഡിറ്റി ഇല്ല എന്ന നിർദ്ദേശം. അപ്പൊ എന്താണ് 3 മാസം വരെ. 2012 ഏപ്രിൽ മുതൽ ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ്? 3. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനം ഏത്? അർദ്ധനഗര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനം. അവിടെ നേരത്തെ പറഞ്ഞു ഗ്രാമീണ മേഖലകളിലും നഗര മേഖലകളിലും ഏറ്റവും കൂടുതൽ, അത് UP ആണെന്ന് പറഞ്ഞു. ഇവിടെ അർദ്ധനഗര പ്രദേശങ്ങളിൽ കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനമാണ് ഏത്? നമ്മുടെ സംസ്ഥാനം കേരളം. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന നഗരം? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നതാണ് ATM കാർഡ് അല്ലെ. ATM സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മുംബൈ. ATM സംവിധാനം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓർത്ത് വെച്ചേക്കണം, മുംബൈയിലാണ് ATM സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? യൂണിറ്റ് ട്രസ്റ്റ്, അതായത് ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട്. അപ്പൊ 2 കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അത് സ്ഥാപിതമായ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1964. മ്യൂച്വൽ ഫണ്ട്, അതായത് ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ
യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നമുക്കറിയാം ഇപ്പൊ ഷെയറും മ്യൂച്വൽ ഫണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1964. ഇനി ATM കാർഡ് നമ്മൾ പറഞ്ഞു എവിടെയാണ് ആദ്യമായിട്ട് വന്ന നഗരം എന്ന് പറഞ്ഞു? മുംബൈ. ഓക്കെ, അത് അതിലെ ആ ATM കാർഡിലെ അക്കങ്ങളുടെ എണ്ണം എത്ര? നിങ്ങൾ ഓർത്ത് നോക്കിയാലും കിട്ടും. 16. 16 അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. എത്ര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് RDGS വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ എന്തിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു അല്ലെ? RDGS എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ തുക RDGS വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന എത്ര ലക്ഷം വരെയാണ്? 2 ലക്ഷം വരെ. ബാങ്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പൊ എത്ര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് RDGS വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത്? 2 ലക്ഷം രൂപ. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നു. ഈ സേവനത്തിന്റെ പേരെന്താണ്? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ബിസിനസ്സുകാര് അവരൊക്കെ ഈ അക്കൗണ്ട്സ് കൂടുതലായിട്ട് ചെയ്യും. അപ്പോ അവരെന്താണ് ഏതെങ്കിലും ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ടാവും അല്ലെ? ഇപ്പോ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ഉള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകും. വീണ്ടും പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നതനുസരിച്ച് അവർ നിക്ഷേപിക്കുന്നുള്ള ആ ഒരു എയിമോട് കൂടിയിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഓവർ ഡ്രാഫ്റ്റ്. ആ ഒരു ഫെസിലിറ്റി ബിസിനസ്സുകാർക്കൊക്കെ റൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പൊ എന്താണ്? ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നു. ഈ സേവനത്തിന്റെ പേരാണ് എന്ത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇനി വിദേശ വിനിമയ നിരക്കിനെ ഗവൺമെന്റ് നിർണയിക്കുന്നതിന് പറയുന്ന പേര്? വിദേശ വിനിമയ നിരക്കിനെ ഗവൺമെന്റ് നിർണയിക്കുന്നതിനെ പറയുന്ന പേര് ഫിക്സഡ് വിനിമയ നിരക്ക്. ഫിക്സഡ് വിനിമയ നിരക്ക്. വിദേശ വിനിമയ നിരക്കിനെ ഗവൺമെന്റ് നിർണയിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് വിനിമയ നിരക്ക്. ജൻധൻ യോജന എന്തെന്ന് പറഞ്ഞാ ഞാൻ പഠിപ്പിച്ചത്? ജൻധൻ യോജന പദ്ധതി. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു അക്കൗണ്ട്. അത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാണ് അത് തുടങ്ങിയത്? 2014 ഓഗസ്റ്റ് 28. അതെന്നാ തുടങ്ങിയത്? 2014 ഓഗസ്റ്റ് 8-നാണ് തുടങ്ങിയത് ജൻധൻ യോജന പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതി. അതിന്റെ മലയാളം പേരുകളൊക്കെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ. നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ മലയാള പദങ്ങളൊക്കെ വരുമ്പോ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമുക്ക് ആദ്യം കൺഫ്യൂസ് ആകും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കാം. വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ പ്രചലിത നിക്ഷേപം. പ്രചലിത നിക്ഷേപം. ഓക്കെ, പ്രചലിത നിക്ഷേപം. ഇനി നെഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ തുക. നെഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ തുക 1 രൂപയാണ്. എന്തായാലും നമ്മൾ പഠിച്ചു പോവാം. എന്താണ് ബ്രെഡ്മൺ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ? കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾക്ക് ആകെ ചെറിയ ബോറായി വരുന്നുണ്ട് അല്ലെ? എന്നാലും നമുക്കപ്പോ അടുത്ത ഒരു ഇതിലേക്ക് പോവാം. അതായത് ബാങ്കിന്റെ തന്നെ വേറെ വിശേഷങ്ങളിലേക്ക് പോവാം. കുറെ പുതിയ ഐഡിയാസുകളൊക്കെയാണ്, പക്ഷെ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വീണ്ടും ബാങ്കിന്റെ തന്നെ പുതിയൊരു ടേമിലേക്ക് തിരിക്കുകയാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, പൂട്ടില്ലാത്ത ശാഖ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അതാണ്, അങ്ങനെയാണ് എന്താ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. എന്താണ് അത്? യൂക്കോ ബാങ്ക് ആണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന ഒരു ഇതാണ്. പൂട്ടില്ലാത്ത ശാഖ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അത് എന്താണ്? യൂക്കോ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി യുദ്ധക്കപ്പലിൽ ATM സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്. യുദ്ധക്കപ്പലില് ATM സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്.
ഇനി നമ്മുടെ ATM കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഇതായതുകൊണ്ട് എല്ലാവർക്കും ഈസിയാണല്ലേ, ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനായിട്ട് ഈസിയാണ്. അപ്പൊ ഓരോ മേഖലകൾ തിരിച്ചു തന്നെ നമ്മൾ പഠിക്കണം. ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, കപ്പലുകളിൽ അല്ലെങ്കിൽ ചിലത് ആദ്യമായിട്ട് എവിടെയാണ്, ഏത് ജില്ലയിലാണ്, എവിടെയാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ അത്രയും പരമാവധി ക്യാച്ച് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇതിലെന്താ പറയുന്നത്, യുദ്ധക്കപ്പലിൽ ATM സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. ആൻസർ SBI ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പാക്കിയ ബാങ്ക്, നമ്മുടെ മൂലധനത്തോടു കൂടിയ തുടങ്ങിയ ബാങ്ക് ഏതാന്നാ പറയുന്നത്? സ്വന്തം മൂലധനത്തോടു കൂടിയിട്ട് ഇന്ത്യയില് തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിങ്ങള് പഠിക്കുന്നത് ഞാൻ പറയുന്നതിന്റെ ഒപ്പം പഠിച്ചു പോകുന്നുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും നിങ്ങൾ നേരത്തെ കേട്ട പദങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പാക്കിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും അത് തന്നെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കണക്ട് ചെയ്ത് പഠിക്കണം. അതിന്റെ ആസ്ഥാനം എന്തെന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നതോടൊപ്പം വീണ്ടും വീണ്ടും മെമ്മറിയിലേക്ക് ക്യാച്ച് ചെയ്യാം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ATM സ്ഥാപിച്ച ബാങ്ക്, മൊബൈൽ ATM സ്ഥാപിച്ച ബാങ്ക്, ആ ചോദ്യത്തിന്റെ ആൻസർ ICICI ബാങ്ക് ആണ്. നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക് അല്ലെ, ICICI ബാങ്ക് ആണ് എന്ത്, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ATM സ്ഥാപിച്ച ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ATM സ്ഥാപിച്ച ബാങ്ക് ICICI ബാങ്ക് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ATM സ്ഥാപിച്ച ബാങ്ക് നമ്മൾ പറഞ്ഞു ICICI ബാങ്ക് ആണെന്ന്. then ഇന്ത്യയിൽ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ലോകത്തിലേക്ക് കണക്കിലെടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലേക്ക് നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക മുംബൈ നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ ലോകത്തിലേക്ക് കണക്കിലെടുത്താൽ എന്താണ്, ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. പറയാൻ പോയിരുന്നു തോന്നുന്നു അല്ലെ. എനിവേ ഞാൻ ചാടിക്കേരി പറഞ്ഞു, എന്താണ് ബാർക്ലേസ്. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. ഓർത്ത് വെച്ചേക്കാം, ബാർക്ലേസ് ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക്, നമ്മുടെ കോർ ബാങ്കിങ്ങിന്റെ ഫുൾ ഫോം ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ബാങ്ക് നടപ്പിലാക്കിയ ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കോർ ബാങ്ക് നടപ്പിലാക്കിയ ബാങ്ക്, അതായത് ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക്, മ്യൂച്വൽ ഫണ്ട് നമ്മൾ നേരത്തെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞു. അതിന്റെ ബാങ്കിന്റെ പേര് ഏത് തന്നെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, കോർ ബാങ്കിങ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക് ആണെങ്കിലും എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക്സ് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക്, ഇലക്ട്രോണിക്സ് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക്സ് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM സംവിധാനം ആരംഭിച്ച ബാങ്ക്, OTP അല്ലെ. ഇപ്പൊ എന്തിനാണെങ്കിലും OTP വന്നിട്ടാണ് നമ്മള് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റൺ ചെയ്യുന്നത്. അപ്പൊ OTP അധിഷ്ഠിത ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ കാനറ ബാങ്ക് ആണ്. ഇത് ബാങ്കാണ് കാനറ ബാങ്ക് ആണ്. പഠിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ബാങ്കുകളെല്ലാം പേര് ബാങ്ക്, പക്ഷെ പേരുകളുടെ മുമ്പുള്ള ആ സംഭവത്തിന് മാത്രമാണ് വേരിയേഷൻ ഉള്ളത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കാനറ ബാങ്ക് ആണോ, അല്ലെങ്കിൽ ഏതാണ്, സ്റ്റേറ്റ് ബാങ്ക് ആണോ, SBI ആണോ, സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂർ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പൊ എന്തായാലും അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. കുറേശ്ശെ പഠിച്ചാൽ ഇതിപ്പോ മിക്സ് ചെയ്ത് വരുന്നു, ഒരുപാട് ബാങ്കുകൾ ഒന്നിച്ച് തന്നെക്കാളും ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള മിക്കപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇത് ക്ലസ്റ്റർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ബോറടിക്കേണ്ടെന്ന് അർത്ഥത്താണ്. അപ്പൊ ഇതില് എന്താ പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക്സ് പാസ്ബുക്ക് നമ്മൾ പറഞ്ഞു, ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞു. കാനറ ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? OTP ആണ്, അധിഷ്ഠിത ATM ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ത്യയിൽ വാട്സാപ്പിൽ ബാങ്കിങ് സർവീസ് ആരംഭിച്ച ആദ്യ ബാങ്ക്, വാട്സാപ്പിൽ ബാങ്കിങ് സർവീസ് ഉണ്ട്, ആ സർവീസ് ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ.
ഇന്ത്യയിൽ വാട്സാപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ച ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ചത് എയർടെൽ. നേരത്തെ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച ബാങ്ക് നിങ്ങളും പഠിച്ചിട്ടുണ്ടോ? സേവിങ്സ് ബാങ്ക് ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ച ബാങ്ക് പ്രസിഡൻസി ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം അവതരിപ്പിച്ച ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്ക്. ചെക്ക് സംവിധാനം ആരംഭിച്ച ബാങ്ക് ബംഗാൾ ബാങ്ക്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്. നമ്മള് കുറെ അല്ലെ ATM ഒഴുകുന്ന ATM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെയൊക്കെ ഇടയ്ക്ക് കേൾക്കും. അപ്പൊ ലോകത്തിലെ വെച്ച് നോക്കുക, ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് നമ്മളുടെയും കൂടി എന്താ പറയുക അംഗീകാരമാണ്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബാങ്ക് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മൊറാദാബാദ്. ഇനി ഇന്ത്യൻ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്ക്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മൂലധനത്തിന്റെ അടിസ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമേ ക്രെഡിറ്റ് കാർഡ്, നമ്മൾ പറഞ്ഞല്ലേ പേപ്പർ സംഭവങ്ങളാണ്, പേപ്പർ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉള്ളത്. അപ്പൊ എന്താണ് ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം HDFC. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം എന്ന് ചോദിച്ചാൽ HDFC ആണ്. ഇന്ത്യയിൽ സംസാരിക്കുന്ന ATM സ്ഥാപിച്ച ആദ്യ ബാങ്ക്. നമ്മള് ATM ഒക്കെ ചെയ്യുന്ന താങ്ക് യു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അല്ലെ. അപ്പൊ ഇന്ത്യയിൽ സംസാരിക്കുന്ന ATM സ്ഥാപിച്ച ആദ്യ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സംസാരിക്കുന്ന ATM സ്ഥാപിച്ച ആദ്യ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ATM സ്ഥാപിച്ച ബാങ്ക്, നമ്മൾ OTP വെച്ചിട്ടുള്ള ബാങ്ക് പറഞ്ഞു. ഇനിയിപ്പോ ഇതിലെന്താ പറയുന്നത്, ആധാർ അടിസ്ഥാനമാക്കിയുള്ള ATM സ്ഥാപിച്ച ബാങ്ക് എന്താണ്? DCM ബാങ്ക്. ബാങ്കുകളുടെ പേരുകളൊക്കെ മാറിപ്പോകരുത്. നമ്മൾ ആധാർ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു രേഖ കൊടുത്തിട്ട് എന്താണ് DCM ബാങ്ക്. DCM ബാങ്ക് ഓർമ്മയിൽ വരിക. DCM ബാങ്കാണ് ആധാർ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ബാങ്ക് DCM ബാങ്കാണ്. അപ്പോ അതില് നിങ്ങൾക്ക് അത്യാവശ്യം ഇത് മനസ്സിലായല്ലോ. വീണ്ടും നമുക്ക് എന്താ പറയുക കുറച്ച് വേറെ ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നമ്മള് നബാർഡിനെ കുറിച്ച് പറഞ്ഞു. നബാർഡിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഏതെങ്കിലും 2-3 വിഷയം, എന്തെങ്കിലും 2-3 കാര്യങ്ങളൊന്ന് പറയാം. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് നബാർഡ്. ഇനി വേറെ 1982 നിലവിൽ വന്നു. ഓക്കെ. ആസ്ഥാനം മുംബൈ. ആസ്ഥാനം. നബാർഡ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നബാർഡിന്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് M രാമകൃഷ്ണ അയ്യയാണ്. ആരാണ് ആദ്യത്തെ ചെയർമാൻ എന്ന് ചോദിച്ചാല് M രാമകൃഷ്ണ അയ്യ. നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ M രാമകൃഷ്ണ അയ്യാണ്.
ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്തവാക്യം. നബാർഡിന്റെ ആപ്തവാക്യം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. നഗരങ്ങളുടെ പിന്തുണയോടെ ഗ്രാമങ്ങളുടെ പുനർജീവനം. എന്താണ്? നഗരങ്ങളുടെ പിന്തുണയോടെ ഗ്രാമങ്ങളുടെ പുനർജീവനം. അതാണ് നബാർഡിന്റെ ആപ്തവാക്യം. നമ്മള് ലോകബാങ്കിന്റെ ആപ്തവാക്യൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഇതിൽ പറയുന്നത്? നഗരങ്ങളുടെ പിന്തുണയോടെ ഗ്രാമങ്ങളുടെ പുനർജീവനം. അതിന്റെ ആദ്യത്തെ ചെയർമാൻ പറഞ്ഞു എം രാമകൃഷ്ണൻ, എൻ രാമകൃഷ്ണ അയ്യ, എം രാമകൃഷ്ണ അയ്യ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ആപ്തവാക്യം? നഗരങ്ങളുടെ പിന്തുണയോടെ ഗ്രാമങ്ങളുടെ പുനർജീവനം. നബാർഡ് സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു? നബാർഡ് സ്ഥാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് നബാർഡിനെ കുറിച്ചിട്ട് കുറേശ്ശെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഇടയ്ക്ക് വരാവുന്ന ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസിലൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നബാർഡിന്റെ ആദ്യ ചെയർമാൻ എം രാമകൃഷ്ണ അയ്യയാണ്. നബാർഡിന്റെ ആപ്തവാക്യം നഗരങ്ങളുടെ പിന്തുണയോടെ ഗ്രാമങ്ങളുടെ പുനർജീവനമാണ്. നബാർഡ് സ്ഥാപിതമാകുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇനി ഇവിടെ വീണ്ടും പറയുന്നുണ്ട് നബാർഡ് ചെയർമാനെ ആരാണ് നിയമിക്കുന്നത്? നബാർഡ് ചെയർമാനെ ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ്. നബാർഡ് ചെയർമാനെ ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ നബാർഡുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കിട്ടുന്നത് ഇടയ്ക്ക് പഠിച്ചു വെക്കണം. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? അതും നബാർഡാണ്. അതിന്റെ ആൻസർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത്. അത് ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ അതേപോലെ തന്നെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാന്ന് ചോദിച്ചാലും നബാർഡ് തന്നെയാണ് ആൻസർ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നബാർഡുമായി ബന്ധപ്പെട്ട് ഈ റിസർവ് ബാങ്ക് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോർഷനായിട്ട് നബാർഡിനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നബാർഡുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് എന്താണ് ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിന്റെ പേര് അതോയ. യെസ്, RBI. ഞാൻ ഇടയ്ക്ക് വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കിന്റെ പേരെന്താണ്? RBI. അത് ഇടയ്ക്ക് ഒന്ന് ഓർത്ത് വെക്കണം. RBIയുമായി ബന്ധപ്പെട്ട എന്ത് ഇത് വന്നാലും നിങ്ങൾ മറക്കരുത്, അത് ഒന്നിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി വീണ്ടും നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? നബാർഡ് ചെയർമാൻ ആരാണ് നിയമിക്കുന്നതെന്ന് പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ്. ഇനി പാവപ്പെട്ട ജനങ്ങൾക്ക് തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വായ്പാ സംവിധാനം ലഭ്യമാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് സംവിധാനം ലോകത്ത് ആദ്യമായി നടപ്പാക്കിയത് മുഹമ്മദ് യൂനസ് ആണ്. നമുക്കിപ്പോ അറിയാം അല്ലെ, മൈക്രോ ഫിനാൻസിങ് ഫെസിലിറ്റി. ഇപ്പൊ മിക്കവാറും കുടുംബശ്രീ വഴിയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ മൈക്രോ ഫിനാൻസിങ് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പാവപ്പെട്ട ജനങ്ങൾക്ക് തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വായ്പാ സംവിധാനം ലഭ്യമാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് സംവിധാനം ലോകത്ത് ആദ്യമായി നടപ്പാക്കിയത്, നമുക്കിപ്പോ അറിയാം എല്ലാവരുടെയും വേണ്ടത്, ആദ്യമായിട്ട് നടപ്പാക്കിയതിന്റെ പേര് പറയാം. അയാളുടെ വ്യക്തിയുടെ പേര് മുഹമ്മദ് യൂനസ്. ആണ്. ഓക്കെ, അപ്പൊ മുഹമ്മദ് യൂനസ് ആണ്. എന്താണ് ഓർത്ത് വെക്കുക? മൈക്രോ ഫിനാൻസ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ പേരും കൂടി ഓർത്ത് വെച്ചേക്കും. ഇനി അന്താരാഷ്ട്ര നാണയ നിധിയുടെ മേധാവി എപ്പോഴും ഏത് വൻകരയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും? നമുക്കറിയാം അന്താരാഷ്ട്ര നാണയവുമായി ലോകബാങ്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിലെ മേധാവി എപ്പോഴും ഏത് വൻകരയിലുള്ള വ്യക്തിയായിരിക്കും? ഇത് യൂറോപ്പാണ്. ഓക്കെ, യൂറോപ്യൻ ആണ്. അന്താരാഷ്ട്ര നാണയ നിധിയുടെ മേധാവിയായ ആദ്യത്തെ വനിത, നിങ്ങളെ പഠിച്ചു പോകാൻ വഴിയില്ല, മറന്നുപോയിട്ടും ഉണ്ടാകും, ക്രിസ്റ്റ്യൻ ലഗാർഡ്. നമുക്ക് അത്രയും ഉറപ്പിക്കാനും പറ്റില്ല ചിലപ്പോൾ. അതായത് ഉറപ്പിക്കാൻ മീൻസ് ചോദിക്കുമെന്നൊന്നും അറിയില്ല, വെറുതെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. അന്താരാഷ്ട്ര നാണയ നിധിയുടെ മേധാവിയായ ആദ്യത്തെ വനിത ക്രിസ്റ്റ്യൻ ലഗാർഡ്. അങ്ങനെ പഠിക്കാൻ നിന്ന ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടി വരും. ഇനി ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്ന വർഷം 1969 ആണ്. 1969 കുറച്ച് ദേശീയ സർക്കാരിനൊക്കെ ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ഈ ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്ന വർഷം വെറുതെ അത് കണക്ട് ചെയ്ത് പഠിക്കുക 1969. സാമ്പത്തിക വർഷമായി ജനുവരി ടു ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യ സംസ്ഥാനം. ഏപ്രിൽ ടു മാർച്ച് നമ്മൾ പൊതുവെ അല്ലെ നമ്മുടെ സാമ്പത്തിക വർഷം നമ്മൾ അങ്ങനെയാണ് കൺസെപ്റ്റ് ചെയ്യാറ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇതില് ഇപ്പൊ ഇങ്ങനെ കാലഘട്ടത്തിന്റെ ഭേദഗതികളൊക്കെ മാറ്റി തുടങ്ങിയപ്പോ ആദ്യമായിട്ട് സാമ്പത്തിക വർഷമായി ജനുവരി ടു ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. നോട്ട് ചെയ്ത് വെക്കുക. കാരണം കാലാകാലത്തോളം ഏപ്രിൽ ടു മാർച്ച് ആയിരുന്നു സാമ്പത്തിക വർഷം. നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നത് മാർച്ചിലും ഏപ്രില് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിരുന്നു. അപ്പൊ ഇത് മാറ്റി ജനുവരി ടു ഡിസംബർ ആക്കി. അപ്പൊ അത് ആദ്യ സംസ്ഥാനം ഇതില് വന്ന മാറ്റത്തിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ് ഉത്തരം ചെയ്യുക. പിന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഏത് സംഘടനയുടേതാണ്? ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ എഴുതിപ്പോയതാണ്. ഓർമ്മിക്കാൻ ഞാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ്? മുദ്ര ബാങ്കിന്റെ ആസ്ഥാനം. ഞാൻ ആസ്ഥാനങ്ങൾ പഠിപ്പിച്ചപ്പോഴും മുദ്ര ബാങ്കും ഒന്ന് വേൽപ്പിച്ച് പഠിച്ചായിരുന്നു. മറന്നുപോയോ നോക്കിയേ. മുദ്ര ബാങ്ക് ആരോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മാറിപ്പോയാലും വേണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് തന്നെയാണ് മുദ്ര ബാങ്കിന്റെ. ഇനി ആദ്യത്തെ ബിറ്റ്കോയിൻ ATM സ്ഥാപിച്ചത് എവിടെയാണ്? ബിറ്റ്കോയിൻ ATM സ്ഥാപിച്ചത് ബാംഗ്ലൂര്. ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് ലക്ഷ്മി ആണ് സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് ഏതെന്ന് ചോദിച്ചാല് ലക്ഷ്മി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് ലക്ഷ്മി ആണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണോ? പറഞ്ഞോളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക്, പൊതുമേഖലാ ബാങ്ക് അല്ല, സ്വകാര്യ ബാങ്ക് ഏറ്റവും വലിയത് HDFC. HDFC ബാങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക്. വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. റിസർവ് ബാങ്ക് എന്ന നിലവിൽ വന്നത് 1935. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക രൂപം ഏത് പേരിലാണോ അറിയപ്പെടുന്നത്? ബാങ്ക് ഓഫ് കൊൽക്കത്ത. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക രൂപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചാൽ ബാങ്ക് ഓഫ് കൊൽക്കത്ത. ഇതിന്റെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് അതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത് ഇംപീരിയൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇംപീരിയൽ ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? മുംബൈ. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം തന്നെ അല്ലേ? അത് മാറിപ്പോകരുത്. ഇംപീരിയൽ ബാങ്ക് പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആയിരുന്നു. പണ്ട് കാലത്ത് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ഒക്കെ നേരത്തെ പഠിച്ചു പോയതായതുകൊണ്ട് ഇപ്പൊ വീണ്ടും ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടോന്ന് അത്ര ഇല്ല. ഇംപീരിയൽ ബാങ്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സർ ഭദ്രാത് ഗോയഖ അല്ലെ? അങ്ങനെയാണോ പറഞ്ഞത്? ഇനി വീണ്ടും അത് തന്നെ പറയുന്നുണ്ട്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അതാണോ പറഞ്ഞത്? വിദഗ്ധനെ ചോദിച്ച ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓർത്ത് വെക്കാൻ നിങ്ങൾ അതിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ രണ്ടിന്റെയൊക്കെ ആസ്ഥാനം മുംബൈ തന്നെയാണ്. പിന്നെ ഇംപീരിയലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കുമ്പോഴാണ് ഇംപീരിയൽ ബാങ്കിന്റെ പ്രാധാന്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ അതുമായിട്ട് ഇംപീരിയൽ ബാങ്കിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ എന്താണ് അത് ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധനെ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഒക്കെയാണ്. അപ്പൊ അതിന് പ്രാധാന്യത്തോടുകൂടി ക്വസ്റ്റ്യനിൽ കാണാറില്ല. നീ എന്താ പറയുന്നത്? അക്കൗണ്ടിൽ പണമില്ലാതെ തന്നെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ബാങ്കുകൾ നൽകുന്ന സംവിധാനം. നമ്മൾ നേരത്തെ പറഞ്ഞു പേപ്പർ പറ്റി ഡിജിറ്റൽ ആയിട്ട് ഉള്ള ഒരു വിനിമയത്തിൽ പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ്.
അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നൽകുന്ന സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. ഓവർ ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ ഒരു സൗകര്യമാണ് എന്താണ് ബാങ്കുകൾ തരുന്നത്, പിൻവലിക്കാനായിട്ടുള്ള ഒരിത് അല്ലെ, കൂടുതൽ പണം പിൻവലിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു. ഇതേമാതിരി തന്നെയാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് പോലെ തന്നെയാണ് എന്ത് ക്രെഡിറ്റ് കാർഡ്. അക്കൗണ്ടിൽ പണമില്ലാതെ തന്നെ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ ബാങ്കുകൾക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്. ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിന്റെ പേര് നമ്മൾ പറഞ്ഞു. അതേപോലെ IFSC കോഡിലെ അക്കങ്ങളുടെ എണ്ണം, IFSC കോഡിലെ അക്കങ്ങളുടെ എണ്ണം, ബാങ്കുകളുടെ ഇതിലെ IFSC കോഡ് നമ്മൾ എപ്പോഴും പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ്. അതിന്റെ അക്കങ്ങളുടെ എണ്ണം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാം 11. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് സംവിധാനം ആരംഭിച്ചത് പോസ്റ്റ് ഓഫീസ് സേവിങ്, നമ്മൾ ആദ്യത്തെ സേവിങ്സ് ബാങ്ക് ഒക്കെ പറഞ്ഞു. അതേമാതിരി തന്നെ പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് കൊടുത്തു അല്ലെ, ആദ്യമായിട്ട് സേവിങ്സ് പോസ്റ്റ് ഓഫീസിലൂടെ ഒക്കെ നടത്തി. അത് 1882 പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് 1882 അപ്പൊ വളരെ നേരത്തെയാണ്. അപ്പൊ ഏപ്രിൽ 1 1882 ഏപ്രിൽ 1 പോസ്റ്റ് ഓഫീസ് സർവീസ് സേവിങ് ബാങ്ക് സംവിധാനം. അപ്പൊ നമ്മളുടെ പറഞ്ഞ സമയം കടന്നു പോയത് അറിഞ്ഞില്ല. എനിവേ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കിട്ടിക്കാണോ അല്ലെ, ബാങ്ക് നിങ്ങൾക്ക് കുറെ ബാങ്കുകൾ ഇനിയും ഉണ്ട്. അത് നിങ്ങൾ ഒരുപാട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ക്യാച്ച് ചെയ്യാത്തതാണ് ഞാൻ വിട്ടുകിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോണത്. എന്നാലും അത്യാവശ്യം നിങ്ങൾ ഉള്ളോടത്തോളം എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പൊതുവെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും നോക്കാം. കണ്ടിന്യൂ ആയിട്ട് വേറെ ഇതിന്റെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തന്നെ കണ്ടിന്യൂഷനോടൊപ്പം തന്നെ ബാങ്കിങ് കൂടി നോക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബാങ്കിങ് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് തന്നെ നോക്കാം, ഇതുമായി ബന്ധപ്പെട്ട തന്നെ ടോപ്പിക് നോക്കാം. ഓക്കെ, പോസ് ചെയ്യാലോ? ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.